വെൽക്കം ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വേഷനാണ്. അതിൽ ഡെറിവേറ്റീവ്സ് കാണാൻ പറ്റും. dy/dx, d²y/dx², അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ആയ ഇക്വേഷനെയാണ് നമ്മളെന്ത് പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ദാറ്റ് ഈസ് an equation involving derivative of a dependent variable with respect to independent variable is called a differential equation. ഇപ്പോൾ dy/dx എന്ന് പറയുമ്പോൾ what is y? y is f of x, isn't it? xൻ്റെ വാല്യൂ മാറുന്നതിന് y മാറിക്കൊണ്ടിരിക്കും. സോ y equal to f of x. Here x is independent variable and y is dependent on x, dependent variable. അപ്പോൾ അതുകൊണ്ടാണ് dy/dx എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഡെറിവേറ്റീവ്സ് കാണുവാണെങ്കിൽ നമ്മളെന്ത് അർത്ഥമാക്കണം? ദാറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. 2d²y/dx² പ്ലസ് dy/dx ഹോൾ ക്യൂബ് ഈക്വൽ 0. ഇതൊരു ഇക്വേഷനാണ്. എന്തുകൊണ്ട് ഇക്വേഷൻ ആയത്? ഈക്വൽ ടു സിമ്പിൾ ഉണ്ട് ഇവിടെ. പിന്നെ dy/dx അല്ലെങ്കിൽ d²y/dx² അങ്ങനെ കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതുപോലെ d²y/dx² പ്ലസ് y ഈക്വൽ ടു 0 ഈസ് അനദർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. dq/dx³ പ്ലസ് x² d²y/dx² ഓൾ ക്യൂബ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. dq/dx³ പ്ലസ് 2d²y/dx² ഹോൾ സ്ക്വയർ minus dy/dx plus y equal to 0 is another differential equation. Fifth one, dy/dx whole square plus dy/dx minus sin square y is differential equation. dy/dx plus sin dy/dx equal to 0 ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ആ ഡിഫറൻഷ്യലിൽ ആ dy/dx d²y/dx² അങ്ങനെ കാണാമല്ലോ. അതിൻ്റെ എക്സ്പോണൻ്റ് ആയി വരുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ എടുത്താൽ dy/dx ഹോൾ സ്ക്വയർ, ഹിയർ 2 ഈസ് ആൻ ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ. ദിസ് 2 കനോട്ട് ബി നെഗറ്റീവ്. -2 എന്ന് വരാൻ പാടില്ല, അല്ലെങ്കിൽ √2 എന്ന് വരാൻ പാടില്ല, 1/2 എന്ന് വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെ വരാൻ പാടുള്ളൂ? പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി? ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടത്. ബട്ട് ഓൾ ദീസ് ആർ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓൾ ദീസ് ആർ ഹിയർ dy/dx പ്ലസ് സൈൻ dy/dx. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എക്സ് കോസ് എക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സൈൻ dy/dx അപ്പം അങ്ങനെ നമ്മളിതിൽ പറഞ്ഞിട്ടില്ല അല്ലേ. സൈൻ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. സോ ഇതൊരു പോളിനോമിയൽ എക്സ്പ്രഷൻ അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല അല്ലേ. ഇതൊരു പോളിനോമിയൽ. അപ്പോൾ ട്രിഗ്നോമെട്രീൻ്റെ കൂടെ അതിൻ്റെ വേരിയബിളായിട്ട് ഒരു ഡിഫറൻഷ്യൽ വന്നാൽ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, പക്ഷേ എന്തല്ല, പോളിനോമിയൽ ഫോമിലല്ല, സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല. ഇതൊക്കെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ പോളിനോമിയൽ ഫോമിലല്ല എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഫോമിലല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മനസ്സിലായി. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, അതിൻ്റെ ഡിഗ്രി എന്താണ്, അത് ഇത്രയേ ഉള്ളൂ. ടു ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ പോളിനോമിയൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഓർഡർ ഡിഗ്രി കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? പോളിനോമിയൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അത് ക്വസ്റ്റ്യൻസിൽ പറയാം, ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാം. നോക്കാം. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താ ഓർഡർ നോക്കാം. ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇത്രയേ ഉള്ളൂ. സി ദിസ് ക്വസ്റ്റ്യൻ, dy/dx ഈക്വൽ ടു e⁻x. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണുള്ളത് അല്ലേ, പോളിനോമിയൽ ഫോമിലാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ സൈൻ dy/dx അല്ലെ കോസ് dy/dx അങ്ങനെയൊന്നും കാണുന്നില്ല. മാത്രമല്ല dy/dxൻ്റെ മുകളിൽ ഇപ്പോൾ ഇവിടെ 1 ആണുള്ളത് അല്ലേ.
അങ്ങനെ റൂട്ടൊന്നും കാണുന്നില്ല, 1/2 അങ്ങനെ ഫ്രാക്ഷൻ ഒന്നുമില്ല, ഡെസിമൽ ഇല്ല, നെഗറ്റീവ് ഇല്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓർ ഇൻ പോളിനോമിയൽ ഫോം. ഇതിപ്പോൾ dy/dx അല്ലേ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യലാണിത്, dy/dx. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 1. dy/dx ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് ദ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1 itself. മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. d²y/dx² + y = 0. Here this is second order derivative, isn't it? d²y or 2 അല്ലല്ലേ, d²y/dx². So this is second order derivative. Similarly, d³y/dx³ plus x² into d²y/dx² all cube = 0. ഇതിൻ്റെ ഓർഡർ 3 ആണ്. എന്താ കാരണം? d³ ഇത് തേർഡ് ഓർഡറാണ്, ഇത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് d²y ആണ്, അതിൻ്റെ എക്സ്പോണൻ്റ് ആണ് 3. അപ്പോൾ ഓർഡർ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ? d³. ഇപ്പോൾ ലോവസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ dy/dx, അതിൽ വലുത് d²y/dx², അതിൽ വലുത് d³y/dx³, അതിൽ വലുത് d⁴y/dx⁴, അങ്ങനെ പോകും. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഹൗ മെനി ടേംസ് ആർ ഹിയർ? 1, 2 ടേംസ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ മീൻസ് വാട്ട്? d³y/dx³. സോ ഓർഡർ ഇസ് ഈക്വൽ ടു 3. ഇനിയിപ്പോൾ ഇവിടെ നോക്കാം. ഈ 3യിൽ ഇൻസ്റ്റെഡ് ഓഫ് 3 സപ്പോസ് ദർ ഇസ് 10, ഇവിടെ 10 ആണെന്ന് വിചാരിച്ചോ. 10 ആണെങ്കിലും ഓർഡർ 3 തന്നെയായിരിക്കും. വൈ? ഇതാണ് ഈ d³y/dx³ തന്നെയാണ് ഹയസ്റ്റ്. ഇത് d²y/dx² അല്ലേ, ഇത് തന്നെയാണ് ഹയസ്റ്റ്. സോ ഇവിടെ 10 ആയാലും 100 ആയാലും, ഈ 3ക്ക് പകരം 10 ആയാലും 100 ആയാലും ഓർഡർ will be always 3 for this question. See fourth question. d³y/dx³ plus 2d²y/dx² all square minus dy/dx plus y = 0. Here highest order derivative is 3. So order is equal to 3. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണുള്ളത് അല്ലേ. ഇവിടെ മുകളിൽ നെഗറ്റീവ്സ് ഒന്നും കാണുന്നില്ല, അതുപോലെ റൂട്ടൊന്നും കാണുന്നില്ല, 1/2 അങ്ങനെയൊന്നും കാണുന്നില്ല, പിന്നെ സൈൻ dy/dx എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. ഫിഫ്ത്ത് വൺ, dy/dx all square plus dy/dx minus sin² y = 0. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ളത്. ഇവിടെ sin² y എന്നല്ലേ, അല്ലാതെ sin² dy/dx അങ്ങനെയൊന്നുമില്ല. സോ ദിസ് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം ഓർ പോളിനോമിയൽ ഫോം. ഇത് ഫസ്റ്റ് ഓർഡറാണ്, dy/dx എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുകളിൽ എന്ത് വന്നു നമുക്ക് പ്രശ്നമല്ല. ഇത് dy/dx ആണ്. സോ ഓർഡർ ഈസ് 1. സിക്സ്ത് വൺ, dy/dx പ്ലസ് സൈൻ dy/dx = 1. അപ്പോൾ ഇത് ഓർഡർ നമുക്ക് പറയാം, ഓർഡർ 1 തന്നെയാണ്. അപ്പോൾ അടുത്ത കേസിൽ ഡിഗ്രി പറയുമ്പോൾ നമുക്കിവിടെ കൺഫ്യൂഷൻ വരും, അന്നേരം പറയാം. ഓർഡർ ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ല, പക്ഷേ ഓർഡർ നമുക്ക് പറയാം ഓർഡർ 1 ആണ്. dy/dx plus sin dy/dx = 0. So this expression is not in a polynomial form or in standard form, even though its order is equal to 1. Seventh one, dy/dx minus cos x is equal to 0. Order 1 ആണ്, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. Eighth one, xy d²y/dx² plus x into dy/dx all square minus y dy/dx = 0. ഇവിടെ നമുക്കറിയാം dy/dx d²y/dx². സോ ഓർഡർ ഇസ് ഈക്വൽ ടു ഇത് y∭, അതിൻ്റെ മീനിങ് d³y/dx³ ഷോർട്ടാണ്. ഇത് d²y/dx² എന്ന് പറയുന്നത് y∭ എന്ന് വേണേൽ പറയാം. ഇത് y∭ എന്ന് പറയുമ്പോൾ d³y/dx³ പ്ലസ് y² പ്ലസ് e⁻y', അപ്പോൾ അതും നമുക്ക് എന്താണ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ട് കാണുന്നില്ല. അപ്പോൾ എനിവേ ഓർഡർ ഇസ് ഈക്വൽ ടു വാട്ട്? 3. ഓർഡർ 3 ആണ്. y∭, ഓർഡർ 3 എന്ന് പറയാം. പിന്നെ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ഇവിടെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ പോളിനോമിയൽ ഫോം കമ്പൽസറി ആയിട്ട് പറയേണ്ടത്. പോളിനോമിയൽ ഫോമിലോ സ്റ്റാൻഡേർഡ് ഫോമിലോ ആകുന്നില്ല ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ഇറ്റ്സ് ഡിഗ്രി ഈസ് ഇൻവാലിഡ്, ഡിഗ്രി വാലിഡ് അല്ല നമുക്ക് പറയേണ്ടി വരും. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ പ്രോബ്ലം നോക്ക്. d⁴y/dx⁴ പ്ലസ് സൈൻ y∭ = 0. ഓർഡർ 4 ആണ്, ഹയസ്റ്റ് ഓർഡർ 4 ആണെന്ന് മനസ്സിലായി. സോ
order of this differential equation is 4 നേരത്തെ പറഞ്ഞ പോലെ. But degree cannot be found out here because what this differential equation is not expressed in its standard form, therefore degree is invalid. Degree കണ്ടുപിടിക്കാൻ പറ്റില്ല. Here the differential equation is not in polynomial equation, therefore degree is not defined. അതൊന്ന് ഓർത്ത് വെക്കണം. പക്ഷേ ഓർഡർ നമുക്ക് പറയാം 4. See this question, d by dt of s. Here independent variable is t and dependent variable is s. So ds by dt ഇവിടെ y x ന് മാറും s t കൊടുത്തിട്ടുണ്ട്. d by dt of s whole raised to 4 plus 3s d square s by dt square equal to 0. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോളിനോമിയൽ ഫോമിൽ തന്നെയാണുള്ളത്, സ്റ്റാൻഡേർഡ് ഫോമിലാണുള്ളത്. നമുക്കറിയാം ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. ഇവിടെ 4 ഉണ്ട്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർഡർ ആരാ 2, ഹയസ്റ്റ് ഓർഡർ 2 ആണ്. സോ ഓർഡർ ഇസ് ഈക്വൽ ടു 2. ഡിഗ്രി എന്ന് പറയുമ്പം ഏതാണ് ഓർഡറിന് എടുത്തത് ആ ടേം ഹോൾ റൈസ് ടു എത്ര നോക്കണം. ടി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഹോൾ റൈസ് ടു ഇവിടെ ഒന്നും കാണുന്നില്ല, അപ്പോൾ 1 ഉണ്ടാവും ഇതുപോലെ. ടി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഹോൾ റൈസ് ടു 1 ആണ്. സോ ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ആണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓർഡർ 2 ആണ്. അതിൻ്റെ മുകളിൽ കാണുന്നില്ല, അപ്പോൾ അതിൻ്റെ 1 ആയിരിക്കും അതുണ്ടാവുക. സോ ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. മനസ്സിലായില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, പോളിനോമിയൽ ഫോമിലല്ല. സോ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ബട്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2, E2 അല്ലേ, സെക്കൻഡ് ഓർഡർ ഈസ് ഈക്വൽ ടു 2. ഇവിടെ നോക്കിയാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു കോസ് 3x പ്ലസ് സൈൻ 3x. ഓർഡർ 2 ആണ്. ഡിഗ്രി അതിൻ്റെ മുകളിൽ ആരുമില്ല, 1 ആണ്. ഡിഗ്രി 1. സി y triple dash whole square plus y double dash whole cube plus y dash whole raised to 4 plus y raised to 5 equal to 0 is a differential equation, standard form or polynomial form. Order, highest order means y triple dash 3, order is equal to 3. അതിൻ്റെ മുകളിൽ 2 ആണ്. therefore degree is equal to 2. അപ്പോൾ ഇത് നോക്കാൻ പാടില്ല, ബിക്കോസ് വാട്ട് ഇതാണ് ഹയസ്റ്റ് ഓർഡർ അല്ലേ. ഹയസ്റ്റ് ഓർഡറിൻ്റെ മുകളിൽ ആരാണ് ഉള്ളത്, അത് ഡിഗ്രി. therefore degree is equal to 2, order is equal to 3. Sixth one, y triple dash plus 2 y double dash plus y dash equal to 0, order is equal to 3. അതിൻ്റെ മുകളിൽ ഡിഗ്രി is equal to 1 ആണ്. y dash plus y equal to e raised to x, order is equal to 1. അതിൻ്റെ മുകളിൽ 1 ആണ്. ഡിഗ്രി is equal to 1. Eighth one, d square y by dx square whole cube plus dy by dx whole square plus sin dy by dx plus 1 equal to 0. Here it is not in polynomial form, therefore degree is not found out, but order is equal to 2, d square y by dx square. So highest order is equal to, therefore order of this differential equation is 2. Ninth one, 2x square plus d square y by dx square minus 3 dy by dx plus y equal to 0. Here order is equal to 2, highest order is 1, therefore order of this differential equation is 2, and its power exponent is 1, therefore degree is equal to 1. Then differential equations with variable separable form. We have to solve an equation for its variable. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ 5x plus 3 is equal to 10. For example, 5x plus 3 equal to 10. So we can solve this equation for the variable x. Xന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതുപോലെ a differential equation can also be solved to find its variable. അതിൻ്റെ വേരിയബിളിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ പറയുക ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ആക്കുവാന്ന്. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ആക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾസ് ആർ ടു ബി സെപ്പറേറ്റഡ്. അതവിടെ പറഞ്ഞത് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിളിനെ സെപ്പറേറ്റ് ആക്കണം. വിച്ച് ആർ ദ വേരിയബിൾസ്? വെൻ dy by dx ഈസ് കൺസേൺഡ്, variables are x and y അല്ലേ. dt by ds is concerned, variables are t and s. ഇപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ dy by dsൻ്റെ കാര്യമാണ് പറയുക. സോ x and y are variable, so we have to separate these variables x and y. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാവും. ഫോർ ദ ജനറൽ solution of differential equation dy by dx equal to x plus 1 divided by 2 minus y.
സോ ദിസ് ഇക്വേഷൻ ഈസ് ടു ബി സോൾവ് ഫോർ ഇറ്റ്സ് വേരിയബിൾ. അതിൻ്റെ y എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സോ വി ആർ ഗിവൺ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് വാട്ട് dy by dx ഈക്വൽ ടു x plus 1 divided by 2 minus y. ഹിയർ ഇവിടെ y ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, y ഉണ്ട്. സോ വേരിയബിൾ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല, അല്ല മിക്സാണ്. സോ വി ഹാവ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. dy ഇൻറ്റു 2 minus y ഈക്വൽ ടു dx ഇൻറ്റു എക്സ് പ്ലസ് 1. അവർ തിരിച്ചു വേണം എഴുതാം അല്ലേ. എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 2 minus y ഇൻറ്റു ഡി വൈ. ഒരു അത് സ്പെഷ്യലായി സ്റ്റൈലിന് വേണ്ടി അറേഞ്ച് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1. സി ദിസ് ഇക്വേഷൻ നമ്പർ 1. ഹിയർ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ സെപ്പറേറ്റഡ്. ഇൻ ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സി ദ വേരിയബിൾ എക്സ് ആൻഡ് ഇൻ റൈറ്റ് സൈഡ് ദർ ഇസ് ദ വേരിയബിൾ വൈ. നോ ടേം ഈസ് മിക്സഡ് അപ്പ് വിത്ത് ബോത്ത് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. നിങ്ങൾക്ക് എക്സും വൈയും ഒന്നിച്ച് ഒരു ഭാഗത്ത് ഇവിടെ കാണാൻ പറ്റൂല. ഇവിടെ എക്സ് പ്ലസ് 1, ഇവിടെ വൈ ഇല്ല, അതുപോലെ ഇവിടെ എക്സ് ഇല്ല. സോ ദിസ് മീൻസ് വാട്ട് ഹിയർ വേരിയബിൾസ് ആർ സെപ്പറേറ്റഡ്. അതുകൊണ്ടാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അതിനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. നൗ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. Then what? We have to integrate the differential equation which is expressed in variable separable form. ഇതിന് അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 minus y ഡി വൈ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ സാധാരണ പോലെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 ഡി വൈ മൈനസ് ഇൻ്റഗ്രൽ വൈ ഡി വൈ. അത് സ്പ്ലിറ്റ് ചെയ്തു. വാട്ട് ഇസ് ഇൻ്റഗ്രൽ എക്സ്? എക്സ് മീൻസ് എക്സ് റൈസ് ടു 1 ഉണ്ട്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 1 ഫോർമുല ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സിൻ്റെ ഫോർമുല എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 1 plus 1 ഡിവൈഡ് ബൈ 1 plus 1. സോ എക്സ് സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇൻ്റഗ്രൽ ഡി എക്സ് മീൻസ് എക്സ്. അതുപോലെ ഇവിടെ ഇൻ്റഗ്രൽ 2 ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. 2 ഔട്ട് സൈഡ് എടുത്തു, അത്. പിന്നെ ഇൻ്റഗ്രൽ ഡി വൈ വൈ മൈനസ് ഇവിടെ പറഞ്ഞ പോലെ എക്സ് ഡി എക്സ് പറഞ്ഞ പോലെ വൈ ഡി വൈ y square by 2. Then lastly we are putting a constant c. So this is a solution for this differential equation. So we found this solution by separating its variable x and y. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു ഈസി മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. See next question. Find the general solution of the differential equation dy by dx dy by 1 plus y square equal to dx by 1 plus x square. This equation is already expressed in variable separate form, isn't it? dy by y square. ഇവിടെ y മാത്രമേ ഉള്ളൂ, x ഇല്ല. ഇവിടെ x മാത്രമേ ഉള്ളൂ, y ഇല്ല. സോ ക്വസ്റ്റ്യനിൽ തന്നെ വേരിയബിൾ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, isn't it? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റെപ്പ് എന്താ? ഇൻ്റഗ്രേറ്റ് ചെയ്യൽ. അല്ലേ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ dy by 1 plus y square equal to ഇൻ്റഗ്രൽ dx by 1 plus x square. dy നെ കുറച്ച് മാറ്റി എഴുതാം, ds നെ കുറച്ച് മാറ്റി എഴുതാം. അപ്പോൾ 1 by ആ കണ്ടീഷനിൽ വരും. ഇൻ്റഗ്രൽ 1 divided by 1 plus y square dy equal to ഇൻ്റഗ്രൽ 1 divided by 1 plus x square dx. ഇത് നമ്മുടെ ഫോർമുലയാണ്. ഇൻ്റഗ്രൽ 1 divided by 1 plus y square എന്ന് പറഞ്ഞാൽ tan inverse y. അത് ഇൻ്റഗ്രേഷൻ്റെ ഡയറക്റ്റ് ഫോർമുല ഈക്വൽ ടു ഇത് tan inverse x. ഓക്കെ, അപ്പോൾ ഇതിന് കോൺസ്റ്റൻറ്റ് കൊടുത്തു പ്ലസ് സി. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൊല്യൂഷൻ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ. Find the general solution of a differential equation dy by dx equal to 1 minus cos s divided by 1 plus cos s. So this expression is not expressed in variable separate form because what here x and y are mixed here. Okay, അപ്പോൾ ഇവിടെ x മാത്രമേ ഉള്ളൂ, ഇവിടെ x ഉം y ഉണ്ട്. അപ്പോൾ ഈ എക്സിന് ഇപ്പം കൊണ്ടുവന്നാൽ പണി കഴിഞ്ഞു. ഇതുപോലെ dy is equal to 1 minus cos s divided by 1 plus cos s dx. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇക്വേഷൻ 1 ഈസ് in variable separable form, therefore integrating dy equal to integrating 1 minus cos s divided by 1 plus cos s dx. Integral dy means y equal to ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലെ ഫോർമുല 1 minus cos x divided by 1 plus cos s. 1 minus cos s means 2 sin square x by 2. 1 plus cos s 2 cos square x by 2. ഓക്കെ, ആ ഫോർമുല അറിയില്ലെങ്കിൽ പഠിച്ചു നോക്കണം. 2 കട്ടാക്കി sin square by cos square means tan square x by 2. പിന്നെ നമ്മുടെ ഫോർമുല നമുക്കറിയാം
sec square theta minus tan square theta is equal to 1. Therefore, tan square theta means sec square theta minus 1. Instead of theta, here x by 2. So, tan square x by 2 means sec square x by 2 minus 1 dx. പിന്നെ സ്പ്ലിറ്റ് ആക്കാം. ഇൻ്റഗ്രൽ sec square x by 2 dx മൈനസ് ഇൻ്റഗ്രൽ 1 dx. ഇത് 2 ടേംസിനെ 2 ഇൻ്റഗ്രൽ ടേമിലേക്ക് മാറ്റി എഴുതി. That is integral sec square u. That is what? Sec square x by 2 dx minus integral dx. Okay. അപ്പോൾ integral sec square x by 2 dx minus integral dx. അപ്പോൾ integral sec square x by 2 put x by 2 is equal to u കൊടുത്താൽ അപ്പോൾ du by dx equal to 1 by 2 വരും. du is equal to 1 by 2 du is equal to 1 by 2 dx or dx by 2 dsനെ മുകളിൽ കൊണ്ടുവന്നു അല്ലേ, or dx is equal to 2 du. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാം. dx equal to 2 du. അതോടൊക്കെ പോയാൽ ഇൻ്റഗ്രൽ sec സ്ക്വയർ ഇത് u കൊടുത്തു. ഇൻ്റഗ്രൽ sec സ്ക്വയർ u വാട്ട് ഇസ് dx? dx മീൻസ് 2 du. അപ്പോൾ അത് വരും ഇൻ്റഗ്രൽ sec സ്ക്വയർ u 2 du അല്ലേ. ഇത്രയും കിട്ടി മൈനസ് ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എക്സ് ആണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൈനസ് ഇൻ്റഗ്രൽ dx. ഓക്കെ, ഇൻ്റഗ്രൽ dx എക്സ് ഇവിടെ എഴുതണം, മൈനസ് എക്സ് ഇവിടെ എഴുതണം. അപ്പോൾ ഇൻ്റഗ്രൽ sec സ്ക്വയർ u 2 du മൈനസ് എക്സ് ഓക്കെ എഴുതണം. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ sec സ്ക്വയർ u du. 2 ഈസ് ടേക്കൺ ഔട്ട് സൈഡ്, 2 ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മൈനസ് എക്സ് ഇവിടെ എഴുതണം. 2 tan u വാട്ട് ഇസ് ഇൻ്റഗ്രൽ sec സ്ക്വയർ u? നമുക്കറിയാം tan u ഫോർമുല 2 tan u പിന്നെ അപ്പുറത്തെ മൈനസ് എക്സ് കൂടെ വേണം പ്ലസ് സി. ഇപ്പോൾ 2 tan u മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇതിൻ്റെ മൈനസ് എക്സ് അവിടെ കൊണ്ടുപോകണം. ഇപ്പോൾ 2 tan u ഇത് ഫോർമുല ഇൻ്റഗ്രൽ sec സ്ക്വയർ മീൻസ് ടാൻ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ sec സ്ക്വയർ u മീൻസ് വാട്ട് tan u. 2 tan u മൈനസ് എക്സ് പ്ലസ് സി. സോ 2 tan വാട്ട് ഇസ് u x by 2. അപ്പോൾ u റീപ്ലേസ് ചെയ്തു 2 tan x by 2 പിന്നെ നേരത്തെ പറഞ്ഞ മൈനസ് എക്സ് പ്ലസ് സി. സോ വാട്ട് ഇസ് ആൻസർ? 2 tan x by 2 2 tan x by 2 മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇവിടെ മൈനസ് എക്സ് ഇട്ടുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെ നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റൈറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് dy by dx ഈക്വൽ ടു √4 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതും വേരിയബിൾ സെപ്പറേറ്റ് അല്ല. അപ്പോൾ ഇവിടെ വൈയും എക്സും ഉണ്ട്. അപ്പോൾ ഇതിന് ഡി എസിന് അപ്പുറത്ത് കൊണ്ടുപോയി ഇതുപോലെ വരും. ഓർ dy is equal to ds കുറച്ച് മാറ്റി ചെയ്താൽ 1 by √4 മൈനസ് എക്സ് സ്ക്വയർ dx. ഈ 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എഴുതാം. അതാണ് ഇവിടെ 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ dy is equal to ഇൻ്റഗ്രൽ 1 by 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കാരണം ഇവിടെ വേരിയബിൾ സെപ്പറേറ്റ് ആക്കി കിട്ടിയാൽ പിന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് നമ്മളൊരു ഫോമുലയാണ്, ഇത് പഠിച്ചു നോക്കണം. ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതെന്താ ഫോമുല? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോമുല സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. മീൻസ് 2. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 എന്ന് വരും. അപ്പോൾ അത് ഓർത്ത് നോക്കാം. ദെൻ ഫിഫ്ത്ത് വൺ, dy by dx plus y is equal to 1. This is not in standard form or not in variable separable form. അപ്പോൾ എക്സും വൈ മിക്സ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? dy by dx y അപ്പുറം ഉണ്ടാവും, -1 മൈനസ് വൈ ആവും. 1 മൈനസ് വൈ ഇവിടെ ഇട്ടാൽ ഡി എസ് അപ്പുറം കൊണ്ടുപോയി അല്ലേ. 1 മൈനസ് വൈനെ ഇവിടെ കൊണ്ടുവന്നു, ഡി എസിനെ അപ്പുറത്ത് കൊണ്ടുപോയി. സോ ഈ കണ്ടീഷനിൽ വരും. നൗ ദിസ് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റിംഗ്. അപ്പോൾ ഇതുപോലെ dy കുറച്ച് മാറ്റി എഴുതി. ഇൻ്റഗ്രൽ 1 by 1 മൈനസ് വൈ dy is equal to ഇൻ്റഗ്രൽ dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് വൈനെ u കൊടുക്കുക. അപ്പോൾ du by dy എന്ന് പറയുമ്പോൾ 1ന് 0 ആവും, y 1 ആവും, -1 കിട്ടി. du is equal to മൈനസ് dy. മൈനസ് ഇപ്പോൾ ആണെങ്കിൽ മൈനസ് du is equal to dy. അപ്പോൾ അത് ഈസിയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 by 1 മൈനസ് വൈ u ആയതുകൊണ്ട് 1 by u, dy മീൻസ് മൈനസ് du.
ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് നേരത്തെ പറഞ്ഞു, മൈനസ് ഔട്ട് സൈഡ് എടുത്ത്. ഇൻ്റഗ്രൽ 1/u du ഈസ് ഈക്വൽ ടു എക്സ്. ഇത് മൈനസ് ലോഗ് യു എന്ന് വരും അല്ലേ. യു 1/xൻ്റെ ലോഗ് എക്സ് അല്ലേ. അപ്പോൾ ലോഗ് യു ഈക്വൽ ടു എക്സ് പ്ലസ് സി. ലോഗ് യു വരാ 1 - y. സോ മൈനസ് ലോഗ് 1 - y ഈക്വൽ ടു എക്സ് പ്ലസ് സി. റൈറ്റ്, ഇതാണ് ആൻസർ. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ക്യാൻ ബി സിംപ്ലിഫൈഡ് അഗെയിൻ. എങ്ങനെ എഴുതാം? ലോഗരിതത്തിൽ മൈനസ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ മൈനസ് ഇവിടെ ഉണ്ടെന്നാണ്. 1 - y റേസ് ടു -1. ലോഗിൽ അങ്ങനെയല്ലേ, ലോഗരിതത്തിലെ എക്സ്പോണൻ്റ് ആണ് മാർജിനിലേക്ക് വരിക. അപ്പോൾ ഇവിടെയാണ് -1 ഉള്ളത്. അപ്പോൾ ലോഗ് 1 - y ഹോൾ റേസ് ടു -1 എന്നൊക്കെ ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ 1 - y ഹോൾ റേസ് ടു -1 മീൻസ് 1/1 - y. അപ്പോൾ ഈ റേസ് ടു -1 ഞാൻ എന്ത് പറയുക, ബൈ 1 - y എന്ന് പറയാം. ഇങ്ങനെ കിട്ടും. ലോഗ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇ റേസ് ടു എക്സ് എന്നാവും. അതോ ശ്രദ്ധിക്കുക, ലോഗ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി, ഇ റേസ് ടു എക്സ് പ്ലസ് സി. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇത് മതി, ഇത്രയായാലും മതി. നെക്സ്റ്റ് വൺ, സോൾ dy/dx ഈക്വൽ ടു 1 + x² ഇൻറ്റു 1 - y². അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയോ നോക്കണം. dy ഡിവൈഡ് ബൈ 1 + y² ഈക്വൽ ടു 1 + x² dx. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ എന്താവും, വേരിയബിൾ സെപ്പറേറ്റായി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ സിമ്പിൾ ഇട്ടു. നേരത്തെ പറഞ്ഞാൽ dy കുറച്ച് അപ്പുറം മാറ്റി എഴുതി. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ 1 dx + ഇൻ്റഗ്രൽ x² dx സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഫോർമുല. ഇൻ്റഗ്രൽ 1/1 + y² മീൻസ് ടാൻ ഇൻവേഴ്സ് y. ഇത് എക്സ് ആവും. ഇൻ്റഗ്രൽ 1 dx മീൻസ് ഇൻ്റഗ്രൽ dx, ദാറ്റ് ഇസ് എക്സ് ആവും. ഇത് x റേസ് ടു n ഫോർമുല. x റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1. അങ്ങനെ x³ പ്ലസ് സി എന്നാവും. അപ്പോൾ അതാണ് അതിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ, സോൾവ് y log y dx മൈനസ് എക്സ് dy ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ആകാൻ വേണ്ടി ഈ -x dy അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, y log y dx ഈക്വൽ ടു എക്സ് dy. അപ്പോൾ y log y dy അടിയിലേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടു എക്സ്, ഈ dx ഇപ്പുറം കൊണ്ടുപോയി. സി y log y ബൈ dy ഈക്വൽ ടു എക്സ് ബൈ dx. ഇപ്പോൾ വേരിയബിൾ സെപ്പറേറ്റായി. സാധാരണ dx ഉം dy മുകളിലല്ലേ വേണ്ടേ. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് നേരെ തിരിച്ചെഴുതി, ഉൾട്ട് എഴുതി. അപ്പോൾ dy ഡിവൈഡ് ബൈ y log y ഈക്വൽ ടു dx ബൈ എക്സ്. വേരിയബിൾ സെപ്പറേറ്റ് ആയപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ 1/y log y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x dx. ഓക്കെ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇവിടെ log yക്ക് u കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ. log y മീൻസ് u. അപ്പോൾ du/dy എന്ന് പറയുമ്പോൾ 1/y. dy ഓഫ് log y 1/y. du ഇസ് ഈക്വൽ ടു dy ഇപ്പുറം കൊണ്ടുവന്നാൽ 1/y dy എന്നായി. ഓക്കെ, ഇവിടെ 1/y dy ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ 1/y dy നോക്കാം. ഹിയർ 1/log y, 1/, ആരെ log y u. അപ്പോൾ 1/log y u, 1/u. ഇത് 1/u. പിന്നെ dy/y du. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1/u du. ഇത് ഫോർമുല ഇൻ്റഗ്രൽ 1/x dx log x ആയി. ഇപ്പോൾ ഇൻ്റഗ്രൽ 1/u മീൻസ് log u ഈക്വൽ ടു ഇപ്പോൾ log x പ്ലസ് സി. ഇൻ്റഗ്രൽ കഴിഞ്ഞു. ആരെ u മീൻസ് log y. സോ log y y ഈസ് ഈക്വൽ ടു log x പ്ലസ് സി. സി ഇസ് എ കോൺസ്റ്റൻറ്റ്. സി എന്തോ ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. വേണമെങ്കിൽ നമുക്ക് log c തന്നെ പറയാം സ്റ്റൈലിന് വേണ്ടി. കോൺസ്റ്റൻ്റ് അല്ല, എങ്ങനെയും പറയാം. അപ്പോൾ log y ഈക്വൽ ടു log x പ്ലസ് log c എന്നായി. എല്ലായിടത്തും log ഉണ്ട് അല്ലേ. log y ഈസ് ഈക്വൽ ടു ലോഗരിതത്തിൽ മൾട്ടിപ്ലിക്കേഷനാണ് എന്ത് വരിക, പ്ലസ് ആയിട്ട് വരിക. അപ്പോൾ x ഇൻറ്റു സി ആണ്, log x ഇൻറ്റു സി ആണ്, log x പ്ലസ് log c ആവും. അപ്പോൾ ഇതിനെ ഇതുപോലെ എഴുതാം, ഇൻറ്റു ആയിട്ട് എഴുതാം. ലോഗരിതത്തിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും തമ്മിലാണ് ഫോർമുലയുള്ളത്. അപ്പോൾ log x c ആവും. അപ്പോൾ ഈ രണ്ട് ലോഗും കട്ടായി കളഞ്ഞാൽ log y ഈസ് ഈക്വൽ ടു എക്സ് സി. y ഈസ് ഈക്വൽ നേരത്തെ പറഞ്ഞ പോലെ ലോഗ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ e റേസ് ടു എക്സ് സി എന്ന് വരും. അപ്പോൾ അങ്ങനെ അത് പ്രോബ്ലം ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു y tan x സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പേര് കൊടുക്കുക. ബാക്കിയെല്ലാം ജനറൽ സൊല്യൂഷൻസ്, ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് കൂടെ പറയും. y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കണം. ചെയ്യുന്നതൊക്കെ സെയിം നേരത്തെ പോലെ തന്നെ dy/dx ഈക്വൽ ടു y tan x കൊടുത്തു.
dy/y ഈസ് ഈക്വൽ ടു dx tan x. വേരിയബിൾ ഇപ്പോൾ സെപ്പറേറ്റായി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയപ്പോൾ വേരിയബിൾ സെപ്പറേറ്റായി അല്ലേ. dy/y ഈസ് ഈക്വൽ ടു dx മുകളിലാവും dx tan x വരും. വേരിയബിൾ സെപ്പറേറ്റായി ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതിന് പറയേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ലോഗ് വൈ ആവും, ഇൻ്റഗ്രൽ tan x ലോഗ് sec x പ്ലസ് c ആയി. അങ്ങനെ അത് അവിടെ കിട്ടി. വാട്ട് ഇസ് ഗിവൺ കണ്ടീഷൻ ഇവിടെ കൊടുത്തെന്തായിരുന്നു? y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. എന്തായാലും മീനിങ് y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 വെൻ x ഈക്വൽ ടു 0. ഇത് എക്സിൻ്റെയാണ്. y ഈക്വൽ ടു 1 വെൻ x ഈക്വൽ ടു 0. സോ എക്സിന് 0 കൊടുക്കുക, അതിന് വൈക്ക് 1 കൊടുക്കുക ഇതിൽ. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, അപ്പോൾ ലോഗ് വൈക്ക് 1, ലോഗ് 1 ഈസ് ഈക്വൽ ടു ലോഗ് സീക്ക് 0 പ്ലസ് എന്ന് വരും അല്ലേ. എക്സിന് വൈക്ക് വാല്യൂ കൊടുത്തപ്പോൾ ലോഗ് 1 0 ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. സീക്ക് 0 1 ആണെന്നും പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. സോ 0 ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് സി. ലോഗ് 1 0 ആണെന്ന് ഇപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് സി. സോ സി ഈക്വൽ 0, സീൻ്റെ വാല്യൂ കിട്ടി. ആ കിട്ടിയ സീൻ്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ മതി. യൂസിങ് 1 and 2. ദിസ് ഇസ് 1, ദിസ് ഇസ് 1, ദിസ് ഇസ് 2. അപ്പോൾ സീൻ്റെ വാല്യൂയിൽ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടെ സി 0 കൊടുക്കുക, സീൻ്റെ വാല്യൂ. ലോഗ് വൈ ഈക്വൽ ടു ലോഗ് സീക്ക് എക്സ് പ്ലസ് 0. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് സീക്ക് എക്സ്. ലോഗ് കട്ടാകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു സീക്ക് എക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഈ വർഷം പരീക്ഷയ്ക്ക് വരിക, ഫോക്കസ് ഏരിയയിലുള്ള ഭാഗം. അപ്പോൾ പഠിച്ചാൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഓർ പോളിനോമിയൽ ഫോം എന്താണെന്ന് അറിയുക, ഓർഡർ ആൻഡ് ഡിഗ്രി മനസ്സിലാക്കുക. ദെൻ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ഭാഗം വളരെ ഈസിയായി കടന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി എത്താം. ഓക്കെ.